ഹലോ ഡിയേഴ്സ്, നിങ്ങളിപ്പം +2 സേ എക്സാമിൽ ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങളുടെ മുന്നിലുള്ള വഴികളെ കുറിച്ചെല്ലാം നമുക്ക് പറയാം. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളിലാണ് ഫെയിൽ ആയതെങ്കിൽ അറിയാം, ഡബിൾ വാല്യുവേഷൻ കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിന് റീവാല്യുവേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതി എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോട്ടോ കോപ്പി വന്ന് സ്കൂൾ ത്രൂ ഒക്കെ അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് അത് ഫോട്ടോ കോപ്പി വന്ന് നിങ്ങൾ ഇതിനകത്ത് മാർക്ക് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വാലിഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാം. അപ്പൊ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ പലപ്പോഴും അതിനകത്ത് കുറച്ച് ടൈം എടുക്കാറുണ്ട് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അതാണ്. പിന്നെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലാത്ത സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് റീവാലുവേഷൻ ഉണ്ട്. ഇപ്പൊ മറ്റ് സബ്ജക്റ്റുകളിൽ ബയോളജി അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളൊക്കെ അപ്പൊ റീവാലുവേഷൻ ഉണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി ഒക്കെ നമ്മൾ പറഞ്ഞു. ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, റീവാലുവേഷൻ എല്ലാം പറഞ്ഞു. ഇനി അതിനകത്ത് മറ്റൊരു കാര്യം, ഇനി അതിനകത്ത് നിങ്ങളിപ്പം ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇപ്പം കഴിഞ്ഞ തവണ റൂൾ അതിനകത്ത് ചേഞ്ച് ആയി. +1ഉം +2ഉം രജിസ്റ്റർ ചെയ്യണം, എഴുതണം, അങ്ങനെ രണ്ടും എഴുതണം എന്നുള്ള റൂളാണ് ഇപ്പം അതിനകത്ത്. കഴിഞ്ഞ തവണത്തെ റൂളാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ +1 അതിനകത്ത് എഴുതേണ്ടി വരും, +2ഉം എഴുതേണ്ടി വരും. റൂൾ ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ചിലപ്പം റൂൾ ചേഞ്ച് ആവാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് ആ റൂൾ ചേഞ്ച് ആയത്, രണ്ടും എഴുതണം എന്ന റൂൾ വന്നത്. പക്ഷേ നിങ്ങളെ ബെസ്റ്റ് മാർക്ക് അവിടെ നിൽക്കും. ഇപ്പോൾ +2വിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു 20 മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് +1 എഴുതുമ്പോൾ ഇനി അതിനകത്ത് നിങ്ങൾ ആ ബെസ്റ്റ് +2ഉം +1ഉം എഴുതണമല്ലോ. +2വിൽ എഴുതി ഇപ്പൊ നല്ല മാർക്കുണ്ട് +2വിൽ എന്ന് വിചാരിക്കുക, 20 ഉണ്ട്. നിങ്ങൾ എഴുതിയപ്പം ഇനി +2 എഴുതിയപ്പോൾ നിങ്ങളുടെ മാർക്ക് അതിനേക്കാളും കുറഞ്ഞാലും നിങ്ങളുടെ ഈ ബെസ്റ്റ് മാർക്ക് ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ സേ എഴുതിയപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു നല്ല മാർക്ക് അതവിടെ നിൽക്കും. എന്നിട്ട് ബാക്കി ഇപ്പൊ 20ൽ ഇനി 16 അല്ലേ വേണ്ടത് പ്രാക്ടിക്കലുള്ള സയൻസ് സബ്ജക്റ്റുകളിൽ. ബാക്കി എത്ര വേണം? അതിനകത്ത് 16 വേണം. അപ്പൊ ആ 16 നിങ്ങൾ +1 എഴുതുമല്ലോ. അപ്പൊ +1ൽ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. രണ്ടു കൂടി നോക്കിയിട്ട് ഡബിൾ പാസ് ആയാൽ മതി പ്രാക്ടിക്കലുള്ള സയൻസ് സബ്ജക്റ്റുകളിൽ. അപ്പൊ അല്ലാത്തത് 48 ഉള്ളതിൽ അങ്ങനെ അതുപോലെ വേണം. അപ്പൊ അതായത് ഇപ്പം നിങ്ങൾക്ക് എവിടെയാണോ മാർക്ക് ബെസ്റ്റ് മാർക്ക് അവിടെ നിൽക്കും, മനസ്സിലായില്ലേ? ഇപ്പം +1ൽ നിങ്ങൾക്ക് +2 എഴുതി സേക്ക് 20 കിട്ടി, ആ 20 അവിടെ നിൽക്കും. എന്നിട്ട് ഇനി +1 എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് +1ഉം +2 എഴുതണം. +2 എഴുതിയപ്പോൾ ഇപ്പോൾ ഉള്ള 20നേക്കാളും അടുത്ത തവണ +2 എഴുതിയപ്പോൾ കുറഞ്ഞെന്ന് വിചാരിക്കുക, ഒരു 18 ആയി എന്ന് വിചാരിക്കുക. എന്നാലും നിങ്ങൾ ഈ 20 എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, +1ൽ ഇനി 16 കിട്ടിയിട്ടുണ്ടെങ്കിൽ +1 നിങ്ങൾ എഴുതുമല്ലോ, രണ്ടും എഴുതണമല്ലോ. അപ്പൊ +1 എഴുതി അവിടെ 16 ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ റൂള്. പക്ഷെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ റൂള് ചേഞ്ച് ആകുമോ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ +1 ഇംപ്രൂവ്മെന്റ് എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും കൺഫർമേഷൻ അതിനകത്ത് ആയിട്ടില്ല. അപ്പൊ അതൊക്കെ കൺഫർമേഷൻ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത മാർച്ചിൽ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് +1ഉം +2 എഴുതേണ്ടി വരും. ചിലപ്പം അതിലും റൂളിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. എന്തായാലും അതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ഞാൻ എന്ത് ചെയ്യും, അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ടെന്നേ. നമ്മുടെ ബാച്ചിലൊക്കെ അങ്ങനെ 2 തവണ സേ എഴുതിയിട്ട് ആദ്യം ഇവർ +2 എഴുതി ഫെയിലായി, പിന്നെ ഇവർ സേ എഴുതിയിട്ടും എന്ത് ചെയ്തു, ഫെയിലായി. അങ്ങനെ പിന്നെ നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയിട്ട് ഇവർ +1ഉം +2 എഴുതണം എന്നുള്ള റൂൾ വന്നല്ലോ. രണ്ടിലും ഇവർക്ക് ഡബിൾ പാസ് അതിന് മുകളിൽ. ഇപ്പൊ +1ൽ തന്നെ നോക്കൂ, ഇവർക്ക് 36 ഡബിൾ പാസ് ആയി. ഇന്നിപ്പം BPharm എന്ന് പറയുന്ന കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുക, അവരെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടോ, 46. അപ്പം ഇത് ഇവർക്ക് +2ൽ A+ അടുത്ത് വന്നു, 2 തവണ ഫെയിൽ ആയിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ അടുത്ത മാർച്ചിലാണ് എഴുതാൻ പറ്റിയെങ്കിൽ പോലും നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് രണ്ടിലും ഡബിൾ പാസും അതിനപ്പുറം നേടി നന്നായിട്ട് തന്നെ. കേരള +2 റെഗുലർ ആണ് ഇത് റെഗുലർ സ്ട്രീമാണ്. നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയമുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ട. അങ്ങനെ ഒരു കേസൊന്നുമല്ല, ഒരുപാട് കേസുകൾ നമ്മുടെ ഇവരും ഇതുപോലെ 2 തവണ ഫെയിലായ സ്റ്റുഡന്റിന്റെ റിസൾട്ടുകളാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് നേരത്തെ നമ്മുടെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ബാച്ചസ് ഇപ്പം ഉടനെ തന്നെ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവർക്കും നോക്കൂ, നിങ്ങൾ 9 മാർക്ക് ഫെയിലായി, 15 മാർക്കായി ഫെയിലായി. പിന്നീട് എഴുതിയപ്പോൾ കണ്ടോ, അതിനകത്ത് ഡബിൾ പാസും കഴിഞ്ഞിട്ടൊക്കെ മാർക്ക് കിട്ടി. കണ്ടോ, 36ഉം 40 അറൗണ്ട് 39 ഒക്കെ കിട്ടിയത്, 36ഉം 40 ഒക്കെ. അപ്പൊ നമ്മുടെ ബാച്ചസ് ഉടനെ തന്നെ അതിനകത്ത് സ്റ്റാർട്ട് ആകും. ബാച്ചുമായി ബന്ധപ്പെട്ട് ഇനിയും റിസൾട്ടുകൾ ഉണ്ട്, ഞാനത് പറയാം. 77, 36, 70, 70, 45 എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. എവിടെയും നിങ്ങൾക്ക് ജോയിൻ ആകും. പക്ഷേ ക്ലാസ് യൂസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങളുടെ വർഷവും നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ സേ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലെവലിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഡ്ഡപടലം ഫെയിലായവർക്ക് പോലും ഡബിൾ പാസും A+ അടുത്തൊക്കെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പം ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ വാട്സാപ്പിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയും ഇതുപോലെ റിസൾട്ടുകൾ ഉണ്ട്. ഇനിയും ഇത് മാത്രമല്ല, ഇവർ 6 മാർക്കായിരുന്നു ഫെയിലായ സമയത്ത് ഇവരുടേത്. അങ്ങനെ ഇവർ 2 തവണ ഫെയിലായി. അപ്പം 2 തവണ ഫെയിലായി. കണ്ടോ, 6 മാർക്കായിട്ട് 2 തവണ ഫെയിലായി.
എന്നിട്ട് പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ ഇവരുടെ റിസൾട്ടുകൾ നോക്കൂ. ഇവരുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് 35 മാർക്കാണ് സെക്കൻഡ് ഇയറിൽ പിന്നെ കെമിസ്ട്രിക്ക് ഇവർക്ക് ടി കിട്ടിയത്. കണ്ടില്ലേ? അപ്പൊ അങ്ങനെ അതിനകത്ത് എന്തുണ്ട്, ആ റിസൾട്ടുകൾ അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ അതിനകത്ത് ചാൻസുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതിനകത്ത് വീണ്ടും ഇതിനകത്ത് ഇവരൊക്കെ +1 എഴുതിയതാ. അതായത് നിങ്ങളെ പോലെ അതിനകത്ത് റിസൾട്ട് വന്നു, സേ കഴിഞ്ഞ് ഫെയിലായി. പിന്നെ ഇവർ +1 ഫോക്കസ് ചെയ്തു. +1 മാർക്ക് കുറവ്. +1 റിസൾട്ട് വന്നപ്പോൾ തന്നെ ഡബിൾ പാസ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ ഈ ഒരു കേസുകളൊക്കെ അതിനകത്ത് 31 വന്നു +1 കേസിൽ. അപ്പോൾ 5 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ +2 5 ഉണ്ടെങ്കിൽ അവർ പാസ്സായി. അങ്ങനെ ഒരുപാട് കേസുകൾ അത്തരത്തിലുണ്ട്. ഇനി ഇതുപോലെ മാത്സ് ഫെയിലായി. ഇനി നമ്മുടെ ഈ വർഷത്തെ റിസൾട്ടുകൾ വരും. മാത്സിലൊക്കെ കിടിലൻ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള 2 കേസുകളാണ് ഈ 2 കേസുകൾ. എന്നിട്ടും അവർ അതിനകത്ത് പാസ്സായി. ഭയങ്കര മറവിയായിരുന്നു ഇവർക്ക്. പിന്നെ ഈ കേസ്, ഇത് 5 മാർക്ക് 24 കേസ്, ഇതൊക്കെ സേയുടെ കേസുകളാണ്. 627 മുൻ വർഷത്തെ, ഈ വർഷത്തെ സേയുടെ റിസൾട്ടുകൾ വരാനുണ്ട്. 632 അങ്ങനെയൊക്കെ ഫെയിലായിട്ട് 40 റൗണ്ടും ഒക്കെ വന്ന കേസുകൾ. അപ്പം അത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ക്ലാസ്സുകൾ എന്താ പറയുക സിമ്പിൾ ആക്കി ക്ലാസ് എടുത്ത് അത്രയും എഫേർട്ട് എടുത്ത് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. 77 36 70 70 45. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ ഇനിയിപ്പോൾ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇത്തവണ എന്നുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് പറ്റുന്നില്ല, മാർച്ചിലേക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ജോയിൻ ആയിക്കോളൂ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.